എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പം ഞാനവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഈ തണുപ്പടിച്ചിട്ട് വിറച്ച് നിൽക്കാൻ ഞാൻ. അപ്പം നമ്മൾ നാടൻ പാട്ടും നമ്മൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ കേരളക്കരയിൽ നമ്മുടെ മലയാളികളുടെ ഉള്ളിലേക്ക് ഫസ്റ്റ് വരുന്നൊരു പേര് മണിച്ചേട്ടൻ എന്ന പേരാ. അവിടെ വന്നിട്ട് എന്നൊക്കെ പറയാൻ എന്നോട് ഇങ്ങനെ കാണിച്ചു തന്നു. അല്ലെങ്കിൽ ഞാനും ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ആകെ ഡൗൺ ആയി. ഒരാൾ മാത്രം പാട്ടുകാരനായിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, നമ്മളെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരും കൂടി പാട്ടുകാരനാക്കണ്ടേ. ഹലോ ഓൾ, വെൽക്കം ടു ഷോറിൽസ് എൻ്റർടൈൻമെൻറ്റ്സ്. ഹൂ ആം ഐ എന്ന സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോഷ്യൽ മീഡിയ ഒരു മായാലോകമാണ്. പലതരം ഇന്ദ്രജാലങ്ങളാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മായാലോകം. ആ മായാലോകം പലരുടെയും ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്, പലരുടെയും സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയിട്ടുമുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ താൻ പാടിയ പാട്ടിലൂടെ തരംഗമായി മാറിയ ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. വൈശാഖ് കറുവരക്കുണ്ട്. ഹായ് വൈശാഖ്, വെൽക്കം ടു ദ ഷോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകണം, കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കരുവാരക്കുണ്ട് സ്ഥലപ്പേരാ? കരുവാരക്കുണ്ട് സ്ഥലപ്പേരാ. അത് പേരിനോടൊപ്പം സർനെയിമായിട്ട് ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രിയമായതുകൊണ്ടാണോ, അതും ഇനിയും വരും കാലത്ത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഒരുപാട് ഉയർച്ചയിലെത്തുമ്പോൾ തൻ്റെ നാടും കൂടെ ഉണ്ടാവണം എന്ന് തോന്നുന്നുണ്ടാണ്? അതെ. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ നാട് അറിയപ്പെടുന്നത് OM കരുവാരക്കുണ്ട് എന്നുള്ളൊരു മാപ്പിളപ്പാട്ട് എഴുത്തുകാരന്റെ പേരിലാണ് നാട് അറിയപ്പെടുന്നത്. അപ്പൊ നാളെയിൽ എൻ്റെ പേരിലും നാടറിയപ്പെടണം എന്നൊരു ആഗ്രഹത്തോട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അറിയപ്പെടും. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പാട്ടിന്റെ കാര്യം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാവോ? പാടാലോ. ഓക്കെ. മഞ്ഞു മൂടും മന്ദാരം, തെന്നൽ മൂളും കിന്നാരം, ചാഞ്ചാടും മൗനരാഗം, മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൽ നിശ്വാസമാകും ആർദ്രനിമിഷം. മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ, കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ, കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഇത് ഒരു സ്റ്റേജിലല്ലേ പാടുന്നത്? ഒരു കല്യാണത്തിന്റെ വേദിയിലാണ്. ആ സന്ദർഭം ഒന്ന്. അതായത് ഇപ്പൊ ഇവിടെ പാടിയത് ഒന്നും അത് ഇരുന്ന് പാടിയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അന്ന് ഞങ്ങളെ തൊട്ടടുത്ത ശ്രീലക്ഷ്മി ചേച്ചി എന്നാ പറയാം, ശ്രീലക്ഷ്മി ചേച്ചിന്റെ കല്യാണത്തിന്റെ തലേ ദിവസം അന്നൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് വരുന്നത്, പരിപാടി കാണാൻ വേണ്ടിയിട്ട്, അല്ല പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഒരു പരിപാടി നടക്കുന്നത് പട്ടാമ്പിയിലാണ് തോന്നുന്നുണ്ട് പരിപാടി നടക്കുന്നത്. അപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് ഞാൻ പരിപാടി 7 മണിക്കവിടെ സ്റ്റേജ് പരിപാടി തുടങ്ങും. അപ്പോൾ 7 മണിയായപ്പോഴത്തേന് 6 മണിയായപ്പോഴത്തേന് സൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടു. അങ്ങനെ ഇപ്പോൾ 9 മണിയായപ്പോഴത്തേന് പരിപാടി അവസാനിച്ചു. എന്നിട്ട് അവിടുന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ എപ്പോഴും പരിപാടിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഏട്ടന്മാരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന സമയത്ത് പരിപാടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഷീതാടിനെ വിളിച്ചു. ഷീതാടിനാണ് പരിപാടിക്ക് പോകുമ്പോൾ ഷീതാടൻ പറഞ്ഞു, എന്നെ കുഞ്ഞാന്നാ വിളിക്കുക, പിന്നെ ശ്രീ ചേച്ചിൻ്റെ പരിപാടി ഉണ്ട്, അവിടെ സൗണ്ടും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞു. എന്നായിക്കോട്ടെ നമുക്ക് ചെയ്യാം, പാട്ട് പാടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം മൊബൈൽ തുറന്ന് നോക്കുന്നത് ഷീതാട്ടൻ്റെ കോളാണ്. അപ്പോൾ അവിടെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു, ഷീതാട്ട എന്താവിടെ ഈ പരിപാടി എന്തായി? അപ്പോൾ ഞാൻ പരിപാടി ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഞാൻ വിളിക്കാഞ്ഞ് വേറൊന്നുമില്ല, ഈ സ്റ്റേജിലാവുമല്ലോ വിചാരിച്ചിട്ടാണ് വിളിക്കാഞ്ഞത് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്നൊരു കഷ്ടി 1.5 മണിക്കൂർ യാത്ര ഉണ്ട് പട്ടാമ്പിയിൽ നിന്ന് നാട്ടിലേക്ക്. ഞാൻ 1.25 മണിക്കൂർ അല്ലേ 1:10 മണിക്കൂർ കൊണ്ട് നല്ല സ്പീഡിൽ പോകുന്നിട്ട് നേരെ കല്യാണത്തിന്റെ അവിടേക്ക് ചെന്നു. 1.25 മണിക്കൂർ സ്പീഡിൽ ഞാൻ 60-80 മുകളിൽ അരം. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരാണ് അവരൊക്കെ. അവരൊന്നും ഒരിക്കലും മറന്ന് കളിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ ഓടി പാഞ്ഞെത്തിയപ്പോഴത്തേനോട് ഏകദേശം ആൾക്കാരൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഓരോ ഭാഗത്ത് കൂടി പോയിട്ടുണ്ട് എല്ലാവരും. അപ്പൊ ഞാനവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഈ തണുപ്പടിച്ചിട്ട് വിറച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ ബിന്ദു ചേച്ചി ഉണ്ട് അവിടെ.
ജിത്തുതാട്ടൻ്റെ അമ്മ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബിന്ദു ചേച്ചി എന്ന് പറയും. ചേച്ചിനോട് ചോദിച്ചു, ബിന്ദു ചേച്ചി അവിടെ ചൂടുവെള്ളം ഉണ്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ ചേച്ചി അവിടെ ഉണ്ടാവും വൈശാഖെ. എന്നിട്ട് ഞാൻ പോയിട്ട് ചൂടുവെള്ളം കുടിച്ചു. ഞാൻ എന്ത് ചെയ്തു, 2 പാട്ട് പാടി. അതിൻ്റെ ചൂടുവെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ 2 പാട്ട് പാടി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു പാട്ട് പാടിയ സമയത്താണ്, ഞാൻ പാടാൻ സ്റ്റേജിൽ കയറിയ സമയത്താണ് 2 പാട്ട് ഓൾറെഡി പാടി കഴിഞ്ഞു. ഞാൻ പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ മൂന്നാമത്തെ പാട്ട് പാടാൻ സ്റ്റേജിൽ കയറിക്കുന്ന സമയത്താണ് ബിന്ദു ചേച്ചി പറഞ്ഞു എന്നോട്, വൈശാഖ മന്ദാരം ഒന്ന് പാടി തരുമോ ചോദിച്ചു. അങ്ങനെ പാടി ഉണ്ണിത്താട്ടനെ വീഡിയോ എടുത്തു, അങ്ങനെ അപ്ലോഡ് ചെയ്തു. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വൈറലാവുന്നില്ല. അതാണ് സംഭവം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡായ സന്ദർഭത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു. അപ്പം കൂടുതൽ ആൾക്കാർ, നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാരായാലും മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സംസാരിക്കുക എന്തെങ്കിലും ചെയ്തോ? സത്യത്തിൽ ഉണ്ട്. ഇപ്പോൾ മന്ദാരം എന്നുള്ള സോങ് വൈറലാവാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ആൾക്കാരാണ് സൗണ്ട് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ഇരുന്ന ഇപ്പോൾ ഇവിടുന്ന് പാടിയത് അടക്കം അല്ലെങ്കിൽ ഇവിടുന്ന് പാടിയതും അവിടുന്ന് പാടിയതും ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. നമ്മളൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ, ഉത്സവ പരിപാടിക്ക് പോയാൽ പോലും നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും പരിപാടി കഴിഞ്ഞാൽ പെട്ടെന്ന് എണീച്ച് പോകും അല്ലേ? അങ്ങനെയല്ലേ പോവാ. പക്ഷേങ്കിൽ ഈ സൗണ്ട് എഞ്ചിനീയേഴ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ പരിപാടി കഴിഞ്ഞാൽ ചിലപ്പോൾ പുലർച്ചെ, ചിലപ്പോൾ രാവിലെ, ചിലപ്പോൾ 10 മണിക്കാകുമ്പോൾ തലേദിവസം വന്ന വയറ് അങ്ങോട്ട് കുത്തിയാലും ഇങ്ങോട്ട് കുത്തിയാലും പരിപാടി കഴിഞ്ഞിട്ട് പുലർച്ചെ ആകുമ്പോൾ നമ്മളെല്ലാവരും പോയി കഴിഞ്ഞിട്ട് എല്ലാവരും അവർ പോകുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് കുഞ്ഞിപ്പ, എൻ്റെ സുഹൃത്താണ്. പിന്നെ അവൻ്റെ ഒരു കൂട്ടുകാരൻ നിച്ചു സൗണ്ട്സ് എന്ന് പറയും കരുവാരകുണ്ടിലെ. അവരുണ്ടായത് കൊണ്ടാണ് ആ ഒരു പാട്ട് അത്രത്തോളം വൈറലായതെന്ന് പറയാം. അപ്പോൾ ഏട്ടൻ ചോദിച്ചത് ആരെങ്കിലും മെസ്സേജ് അയച്ചെന്നാണ് ചോദിച്ചത്. ഇതിൽ മന്ദാരം എഴുതിയിട്ടുള്ള സ്വാതി മനുവേട്ടൻ, പിന്നെ വിജൻ ചോലക്കല്, ഇവർ 2 പേര്, അതുപോലെ ഷനിലേട്ടന്, ഇവർ 3 പേരും ഷനിലേട്ടൻ മെസ്സേജ് അയക്കുണ്ടായി, വിജനേട്ടൻ മെസ്സേജ് അയക്കുണ്ടായി. സാദി മനുവേട്ടൻ എന്ത് ചെയ്തു, ഒരു ദിവസം ഞാൻ ഈ നാടൻപാട്ട് പഠിപ്പിക്കാൻ വേണ്ടി പോയതാ കുട്ടികൾക്ക്. പെരുന്നാൾ നടക്കുന്ന സമയത്ത് എനിക്ക് ഒരു കോള് വന്നു. അതിൽ ഞാൻ ആരാ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വൈശാഖ അല്ലേ മന്ദാരം പാടി? അത് ഞാനാണ്. തൻ്റെ പാട്ട് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ പറഞ്ഞു. അല്ലോ ഇത് ആലോചിച്ചു, ഇത് ഞാനാണ്, മന്ദാരം സ്വാതി മനുവേട്ടനാണ്. അല്ലെങ്കിൽ ഞാൻ ആകെ വണ്ടർ അടിച്ചത്. ഒരുപാട് സന്തോഷമായി. പിന്നെ ഇപ്പോൾ നിലവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 20-ൽ പരം മ്യൂസിക് പേജുകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് മജുനുവിൻ്റെ റേഡിയോ വീഡിയോ. ഇങ്ങനെ വൈറലായിക്കൊണ്ടിരുന്ന സമയത്ത് സുഹൃത്തുക്കളെല്ലാം ഉണ്ട്, കാണുന്ന ആൾക്കാരൊക്കെ അവരിങ്ങനെ ടാഗ് ചെയ്ത് പോകുന്നുണ്ട്, മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. മജ്നുവിൻ്റെ റേഡിയോ, പൂപ്പാൻ്റെ റേഡിയോ, ജിന്നിൻ്റെ പാട്ട് പെട്ടി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മജ്നുവിൻ്റെ റേഡിയോ അപ്ലോഡ് ചെയ്തു, പിന്നെ പൂപ്പാൻ്റെ റേഡിയോ അപ്ലോഡ് ചെയ്തു, ജിന്നിൻ്റെ പാട്ട് പെട്ടി അപ്ലോഡ് ചെയ്തു, പാട്ടിനെ പ്രണയിച്ചവൻ പാട്ടിൻ്റെ കൂടെ, അങ്ങനെ ഒരുപാട് അപ്ലോഡ് ചെയ്തു. ഓക്കെ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ പേര് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു, ഫോക്ക് സിംഗർ എന്ന് ഇട്ടേക്കുന്നു. അത് നാടൻ പാട്ട് കൂടുതൽ പ്രിയമായതുകൊണ്ടാണോ അത് അങ്ങനെ ഒരു പേരിട്ട്? അങ്ങനെയല്ല, നാടൻപാട്ട് എൻ്റെ ജീവനാണ്. കാരണം വെച്ചാൽ കുഞ്ഞുനാൾ മുതൽ കേട്ടുവരുന്ന, അതിൽ എന്താ പറയുക, കേട്ടുവരുന്നത് നാടൻപാട്ടുകളാണ്. ഇപ്പം നാടൻപാട്ടിലൂടെയാണ് അതിൽ ഈ മന്ദാരം വരെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഫോക്ക് സിംഗർ എന്ന് പറഞ്ഞാൽ, ഫോക്ക് എന്ന് പറഞ്ഞാൽ ഫോക്ക് സോങ് എന്ന് പറഞ്ഞാൽ നാടൻപാട്ടുകൾ എന്ന് പറയും. അല്ലെങ്കിൽ ഫോക്ക് എന്ന് പറഞ്ഞാൽ ജനം എന്നാണ് അർത്ഥം. ഫോക്ക് സിംഗർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പാട്ടുകാരൻ, ഒരു ജനങ്ങളുടെ നായകൻ, ജനങ്ങളുടെ പാട്ടുകാരൻ. ഓക്കെ, ജനങ്ങളുടെ പാട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് ജനങ്ങളുടെ പാട്ടുകാരൻ. ഓക്കെ, കുഴപ്പമില്ല. അപ്പം ആ പേര് അതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. അപ്പം നമ്മൾ നാടൻ പാട്ടെന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ കേരളക്കരയിൽ നമ്മുടെ മലയാളികളുടെ ഉള്ളിലേക്ക് ഫസ്റ്റ് വരുന്നൊരു പേര് മണിച്ചേട്ടൻ എന്ന പേരാ. അപ്പോൾ മണിച്ചേട്ടനെ ഇഷ്ടമില്ലാത്ത ആയിട്ട് ആരുമില്ല, എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ ലെജൻഡറി ആയിട്ടൊരു ആക്ടറാണ്. അതിനോടൊപ്പം നാടൻപാട്ടിന് ഇത്രയേ പോപ്പുലാരിറ്റി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരാളും കൂടാണ്. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഏതെങ്കിലും അറിയാവോ? അറിയാം. അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാം. മെങ്കളായി മടത്തില പെണ്ണേ മാമ്പഴ കുഞ്ഞോദാ, മെങ്കളായി മടത്തില പെണ്ണേ മാമ്പഴ കുഞ്ഞോദാ, എന്റെ ചക്കി അനുജത്തി ചക്കിക്കും കല്യാണമായിരുന്നേ, എന്റെ ചക്കി അനുജത്തി ചക്കിക്കും കല്യാണമായിരുന്നേ. ആ ഏ ആ കൊളകൊളകൊളം, സൂപ്പർ. അപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ അറിഞ്ഞു, ബ്രോ ഒരു അധ്യാപകനാ. അതെന്താണ്, ഒന്ന് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറയാം. ഞാനിപ്പോ TTC പഠനം പൂർത്തീകരിച്ചു. ഇപ്പൊ നിലവിൽ കേരള സംസ്കാര വകുപ്പിന്റെ ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ.
അപ്പോൾ അതിൻ്റെ അധ്യാപകനായിട്ട്, നാടൻപാട്ട് അധ്യാപകനായിട്ട് പെരുന്തവണ്ണ ബ്ലോക്കിൻ്റെ കീഴിൽ മേലാറ്റൂർ സ്കൂളിൽ. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ടോ? വിദ്യാർത്ഥികളുണ്ട്. അതായത് ഇതെന്താ വെച്ചാൽ കേരള സംസ്കാര വകുപ്പിൻ്റെയും അതുപോലെ കേരള സർക്കാരും സംയുക്തമായി സംഘടിപ്പിച്ചൊരു പദ്ധതിയാണ് ഫെലോഷിപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇതിലൂടെ നാടൻ കലകൾ വരും തലമുറയിലെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ കുട്ടികൾക്ക് മെയിൻ കുട്ടികൾക്ക് കലകൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അന്യം നിന്ന് പോകുന്നൊരു കലാരൂപങ്ങളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. നാടൻ പാട്ടുകളായിക്കോട്ടെ, നാടൻ കലാരൂപങ്ങളായിക്കോട്ടെ, അതുപോലെ ക്ലാസിക്കൽ കലകളായിക്കോട്ടെ. അപ്പോൾ ഇത് സൗജന്യമായിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക എന്നതാണ് ഇതിലൂടെ ഉള്ളത്. പ്രായഭേദമന്യേ കലകൾ ബാക്കിയുള്ളവരിലേക്ക് പകർന്നു നൽകുക. ഓക്കെ ബ്രോ, ഇടയ്ക്ക് ബ്രോ പറഞ്ഞു ചേട്ടന്മാരുടെ കാര്യം. ചേട്ടന്മാർ ഭയങ്കര സപ്പോർട്ടാണ്. അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്താ വെച്ച് കഴിഞ്ഞാല് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഡയമണ്ട്സ് എന്നൊക്കെ പറയാം, അവരാണ് എൻ്റെ ഏട്ടന്മാരെന്ന് പറയാം. അതിൽ എടുത്ത് പറയാനുള്ളത് ഷീതാട്ടന്, ഉണ്ണിത്താട്ടന്, ജിത്തുത്താട്ടന്, കണ്ണേട്ടന്, ഇപ്പൊ അഖിൽദാസ്, ശ്യാം, സഞ്ജയ്, ഇപ്പൊ നേരത്തെ പരിചയപ്പെട്ട ശ്യാം, സഞ്ജയ്, പിന്നെ കണ്ണേട്ടന്, ഇവരൊക്കെ ഉണ്ടായതുകൊണ്ടാണ്, അപ്പുത്താട്ടന്, ഇവരൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൽ ഞാനിപ്പോൾ ഈ ഒരു വേദിയിൽ ഇരിക്കുന്നത് എന്ന് പറയാം. കാരണം മറ്റൊന്നുമില്ല, ചില സമയങ്ങളിലൊക്കെ പരിപാടി കഴിഞ്ഞ് വരുന്ന സമയത്ത് 2-3 മണിയൊക്കെ ആകും പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ. അപ്പൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഷീതാട്ട, അപ്പുത്താട്ട, അഖിൽദാസെ, ശ്യാമേ എന്നൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ കുടുങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഒരു പിന്നെ അതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ കവർ സോങ് ഒക്കെ ചെയ്യാറുണ്ട്. ആ കവർ സോങ്ങിനൊക്കെ ചിലപ്പോൾ എമൗണ്ട് ചിലപ്പോൾ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇവരാവും എടുത്തു തരുന്നത്, പോയി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. പരിപാടിക്ക് പോകുന്ന സമയത്ത് എവിടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കൂടെ ഉണ്ടാവും, കൂടെപ്പിറപ്പുകളാണ്. പിന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ വേദിയിലേക്ക് എത്തണം. അതോടൊപ്പം തന്നെ എൻ്റെ ഒപ്പം അവരും കൂടി വേണം. അപ്പോൾ അവരെയും അപ്പം ഒരുമിച്ച് കൊണ്ടുപോകണം. നമ്മൾ ആദ്യം പറഞ്ഞ നാട് വളരുന്നതനുസരിച്ച് നാട്ടിന്റെ പേര് നമ്മൾ കൂടെ ചേർത്തിട്ട് കാര്യം നമ്മൾ ചോദിച്ച പോലെ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരെയും കൂടെ കൊണ്ടുപോകണം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരാൾ മാത്രം പാട്ടുകാരനായിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, നമ്മളെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെയും കൂടി പാട്ടുകാരനാക്കണ്ടേ. ഓക്കെ, അത് സാധിക്കട്ടെ. അപ്പം ഞാൻ വേറൊരു കാര്യം, ബ്രോ ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. അതെന്താണ്? അത് അറമ്പുട്ടാളു എന്നുള്ള പരിപാടിന്റെ പേരില് വയനാട് വെച്ച് നടന്ന ഒരു പരിപാടിയാണ് അറമ്പുട്ടാളു എന്ന് പറയുന്നത്. പേര് അറമ്പുട്ടാളു എന്നാണ്. ഉണർവ് നാടൻപാട്ട് സംഘവും അതുപോലെ നാട്ടുകലാകാര കൂട്ടവും സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് ഈ വേൾഡ് റെക്കോർഡാണ്. തുടിയിൽ വേൾഡ് റെക്കോർഡ്, തുടിയിൽ കൊട്ടിക്കയറുക എന്ന് പറയും. 702 കലാകാരന്മാർ, അതായത് 14 ജില്ലയിൽ നിന്നുള്ള നാടൻപാട്ട് കലാകാരന്മാർ 702 പേര് കൽപ്പറ്റ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ തുടിയിൽ കൊട്ടിക്കയറി അങ്ങനെ വേൾഡ് റെക്കോർഡ് കിട്ടി. എത്ര ടൈമാണ് അത്? 1 മണിക്കൂർ, അതായത് 1 മണിക്കൂർ 1.25 മണിക്കൂർ 4 താളങ്ങൾ വെച്ചിട്ട് 702 പേര്. അതിൽ ചീനി ഉണ്ടായിരുന്നു, ഊതണ ഒരു ചീനി, പിന്നെ മണി ഉണ്ടായിരുന്നു, തുടി ഉണ്ടായിരുന്നു, പിന്നെ വട്ടക്കളി കളിക്കുന്ന കുറച്ച് കളി ഉണ്ടായിരുന്നു, വട്ടക്കളി. അങ്ങനെ 702 ആർട്ടിസ്റ്റുകൾ. ഓക്കെ, തുടി അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു കാണിക്കാം. ഇതാണ് തുടി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്താ പറയാ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പാണൻ സമുദായക്കാർ ഇപ്പോൾ സാമുദായികപരമായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പറയപ്പെട്ട പന്തിരുകുലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ പാണൻ സമുദായക്കാർ ഉപയോഗിച്ച് വരാറുണ്ട്. ഞങ്ങളവിടെ നിന്ന് മാറി വള്ളുവനാട്, എറണാട് മാറിക്കഴിഞ്ഞാൽ കീഴ്ശ്ശേരി ഭാഗങ്ങളിലൊക്കെ എന്താ പറയുക, പാക്കനാട് സമുദായക്കാർ ഉപയോഗിച്ച് വരാറുണ്ട്, മണ്ണാൻ സമുദായക്കാർ ഉപയോഗിച്ച് വരാറുണ്ട്. അങ്ങനെ വിവിധ സമുദായക്കാർ ഉപയോഗിച്ച് വരാറുണ്ട്. പുരാതനമായിട്ട് അവരെ ഒരു എന്താ പറയുക ആചാരപരമായിട്ടുള്ള അനുഷ്ഠാന ചടങ്ങുകൾക്കും ഉപയോഗിച്ചിരുന്ന ഒരു വാദ്യമാണ്. പിന്നെ പാണൻ സമുദായക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാണന്മാർ പണ്ട് ഇങ്ങനെ കഥകളും പാട്ടുകളും പാടി നടന്ന പാണൻ സമുദായക്കാർ. പിന്നെ ഇതെന്താ വെച്ചാൽ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ പാണൻ സമുദായക്കാർക്ക് മറ്റൊരു പേരാ മലയൻ സമുദായക്കാർ എന്ന് പറയാം. അങ്ങനെ പേര് മാറ്റണം. ഇത് പല താളങ്ങളാണ്. ഇപ്പൊ പല പാട്ടുകൾക്കും പല രീതിയിലെ താളങ്ങൾ വായിക്കുക. ഇത് നമുക്ക് പഠിക്കാൻ സുഖമായിട്ട് ഇപ്പൊ നമുക്കൊരു വായ്ത്താരുണ്ട്. കടലിന്റെ നടുവിൽ കറുത്ത മുണ്ടൻ കൈപ്പയ്ക്ക. ഇങ്ങനെ പറഞ്ഞ കൈപ്പയ്ക്ക. കടലിന്റെ നടുവിൽ കറുത്ത മുണ്ടൻ കൈപ്പയ്ക്ക. കടലിന്റെ നടുവിൽ കറുത്ത മുണ്ടൻ കൈപ്പയ്ക്ക. അത് പഠിക്കാനുള്ള ഒരു നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാന്നുള്ള രീതിയിൽ ഇപ്പൊ ഇങ്ങനെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കടലിന്റെ നടുവിൽ കറുത്ത മുണ്ടൻ കൈപ്പയ്ക്ക. അവൾ ഒരുമിച്ച് അടിച്ചു പാടിയ. 1 2 3 സ്റ്റാർട്ട്. കടലിന്റെ നടുവിൽ കറുത്ത മുണ്ടൻ കൈപ്പയ്ക്ക.
ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ കൈപ്പൊക്കെ മാറ്റി നമുക്ക് പടവലങ്ങയാണ് ആക്കാം. ഓക്കെ. കടലിന്റെ നടുവിൽ കറുത്ത മുണ്ടൻ പടവലങ്ങ. ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് വായിച്ചുതരാം. ഓക്കെ ഓക്കെ, അത് കൊള്ളാം. എങ്കിൽ അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നാ പിന്നെ 1 2 3 കടലിന്റെ നടുവിൽ കറുത്ത മുണ്ടൻ പടവലങ്ങ. ഓക്കെ, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. വായ്ത്താരി, ഇതൊരു വായ്ത്താരി എന്ന് മാത്രം, തുടിയിൽ നമുക്ക് ഒരു വായ്ത്താരി എന്ന് മാത്രം. പക്ഷെങ്കിൽ ഓരോ പാട്ടിനനുസരിച്ചും പല രീതിയിലാണ് വായിച്ചു വരാറുള്ളത് തുടി എന്നുള്ള പാട്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ബ്രോ, നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ കാണും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, കാരണം അത്രത്തോളം നമ്മളെ സ്വാധീനിച്ച ഒരു ഗായകൻ കാണും. ആരാണ് ബ്രോയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ? ഗായകനും ഗായികയും അങ്ങനെ പറയാം, നല്ലതല്ലേ. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗേഴ്സ് എന്ന് പറയുന്നത് എന്റെ അച്ഛനും അമ്മയാണ്. ഓക്കെ, അച്ഛനും അമ്മയും കലാകാരന്മാരും. അപ്പൊ അച്ഛനും അമ്മയും പാടും. പിന്നെ അതുപോലെ മൂന്നാമതൊരാളും കൂടി ഉണ്ട്, ഞാനും കൂടിയാണ്. 3 പേരാണ് എന്റെ ഫേവറേറ്റ് സിംഗേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എന്റെ പാട്ടുകൾ തന്നെയാണ്. എന്റെ പാട്ടുകൾ കേൾക്കും, അമ്മ പാടുന്ന പാട്ടുകൾ കേൾക്കും, അച്ഛൻ പാടും. കാരണം ഇവര് പാടുന്നോണ്ടാണല്ലോ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ ഏറ്റവും വലിയ, ഇനിയിപ്പോ ആരൊക്കെ എത്രയൊക്കെ ആയാലും എനിക്കെന്റെ ഏറ്റവും ഫേവറേറ്റ് സിംഗേഴ്സ് ആണ് എന്റെ അച്ഛനും അമ്മയാണ്. ഓക്കെ, അച്ഛനും അമ്മയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അവർ പാടുന്ന കേട്ട് ബ്രോയുടെ വായിൽ നമ്മളൊരു പാട്ട് കേട്ട് നമ്മൾ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട് കാണത്തില്ല, അച്ഛനും അമ്മയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? അച്ഛൻ എപ്പോഴും പാടുന്നൊരു പാട്ടാണ് മാതളത്തേനുണ്ണാൻ. ഈ പാട്ട് പാടി അച്ഛൻ പാടി നടക്കാറുണ്ട്. പിന്നെ അമ്മ പാടുന്ന വെച്ച് കഴിഞ്ഞാല്, അമ്മ പറയുന്ന കുറച്ച് എന്റെ അക്കൗണ്ടിലുണ്ട് ഓൾറെഡി പുലിമുരുകന്റെ സോങ്ങിലൊക്കെ പാടി. പക്ഷെ അമ്മേന്റെ റേഞ്ചിലും എനിക്ക് ഒരിക്കലും പാടാൻ കഴിയില്ല. അമ്മ പുലിമുരുകന്റെ ആ ഒരു പാട്ടില്, ആ പാട്ടിന്റെ ഒരു ഓഡിയോ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റയിൽ എന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ റേഞ്ചിലൊന്നും പാടാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ബ്രോയുടെ ഈ സംസാരത്തിനകത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ ഞാനാന്നും കൂടെ പറയുന്നുണ്ട്. അതിനകത്ത് ഞാൻ കാണുന്നത് സെൽഫ് കോൺഫിഡൻസ്. അത് ഒന്നാമതെന്താ വെച്ച് കഴിഞ്ഞാല്, സെൽഫ് കോൺഫിഡൻസ് ആണ്. നമുക്കൊരു ഇന്റർവ്യൂ, ഞാൻ ഏറ്റവും കൂടുതൽ അത് പഠിച്ചത്, നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആക്കാൻ പറ്റുന്ന ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഹു ഇസ് ദ ബെസ്റ്റ് പ്ലെയർ, മീ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാനാണ് എന്റെ ഏറ്റവും കൂടുതൽ ഞാനാണ് എന്റെ പാട്ടുകൾ കൂടുതൽ കേൾക്കുക. അപ്പൊ എന്താ വെച്ചാല്, അതുകൊണ്ട് വേറെ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ പാട്ടുകള് എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, ഇനി അടുത്ത വേദിയിൽ പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ. ഇപ്പൊ നമ്മള് ഫസ്റ്റ് പാടുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ഇപ്പൊ എൻഡിങ് നോട്ട് കറക്റ്റ് ആയിട്ടുണ്ടാവില്ല, സ്റ്റാർട്ടിങ് വരുന്ന പ്രശ്നം ഉണ്ടാവും. അത് ലെവലാക്കുമ്പോൾ ചിലപ്പോൾ താഴത്തെ വരി തെറ്റും. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് കൂടുതൽ കേൾക്കുന്നത് ഞാൻ എന്റെ പാട്ടുകൾ തന്നെയാണ്. അത് ശരിയാണ്. നമ്മുടെ തെറ്റുകള് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ വരുന്ന ആൾക്ക്, വേറൊരാൾക്ക് നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. അപ്പൊ ബ്രോ, നമ്മുടെ ജീവിതത്തില് നമ്മുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞു ഒരു വ്യക്തി ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അത് ആരാണ്, അല്ലെങ്കിൽ അത് എന്താണ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാവോ? ഞാൻ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുഞ്ഞുനാളിലൊക്കെ പാടലുണ്ട് എന്നുള്ളത്. പക്ഷേങ്കിൽ ഈ കലാരംഗത്തേക്ക് വരണം എന്നുള്ളത് ഒരാളെ തള്ള. കാരണം വെച്ചാല് ഞങ്ങള് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ 8 ജയിലായിരുന്നു. എന്റെ കൂട്ടുകാരുണ്ട്, പേര് സഞ്ജയ് എന്ന് പറയും. അവൻ 8 ഞങ്ങള് ഒരു നാടൻപാട്ടിന്റെ ടീമൊക്കെ ഉണ്ടാക്കി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് വേദിയിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. ആദ്യമായിട്ട് വേദിയിലേക്ക് വന്നിട്ട് സ്കൂൾ ടൈമിൽ ആക്റ്റീവ് ആണെന്ന് പറയാം. അപ്പൊ അന്ന് ടീമൊക്കെ സെറ്റാക്കി കലോത്സവത്തിന് നാടൻപാട്ട് എന്നൊരു ഇനം തന്നെ ഉണ്ട് മത്സരത്തിന്. അപ്പോൾ ഞങ്ങളവിടെ എന്താ പറയാ സ്ക്രീനിങ് കഴിഞ്ഞു, സ്റ്റേജിൽ കയറാൻ വേണ്ടി നിൽക്കുക. അപ്പൊ അതിന് മുന്നേ പാടിയുന്നത് അമിത എന്ന് പറഞ്ഞ കുട്ടിയാണ്. അമിത എന്ന് പറഞ്ഞ കുട്ടിയാണ് പാടിയുന്നത്. അപ്പൊ അവള് സ്റ്റേജിലേക്ക് കയറുന്ന സമയത്തായതിന് ആ സമയത്തായപ്പോൾ അവളുടെ വോക്കലിന് സൗണ്ട് പോയി. അവൾ എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ എന്നോട് ഇങ്ങനെ കാണിച്ചു. അതിൽ ഞാനും ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ആകെ ഡൗൺ ആയി. അപ്പൊ എന്നോട് പറഞ്ഞ സഞ്ജയ് ഇഞ്ചി പാടിക്കാം എന്ന് പറഞ്ഞ് എന്നെ തള്ളി വിട്ടു. അപ്പൊ ആ സമയത്ത് പാടിയൊരു പാട്ടാണ്. അതിൻ്റെ ഒരു പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്, ഭയങ്കര രസമൊക്കെ കേൾക്കാൻ. പഠിപ്പുര കണ്ടാ കയറാൻ തോന്നും, പെണ്ണിനെ കണ്ടാ കെട്ടാൻ തോന്നും. പഠിപ്പുര കണ്ടാ കയറാൻ തോന്നും, പെണ്ണിനെ കണ്ടാ കെട്ടാൻ തോന്നും. അമ്മായി അമ്മടെ മോന്ത കണ്ടാ ചവിട്ടാനേ തോന്നു. അമ്മായി അമ്മടെ മോന്ത കണ്ടാ ചവിട്ടാനേ തോന്നു. താനോ താനിന്നാനോ താനിന്നാനോ തക തക താനോ താനിന്നാനോ താനിന്നാനോ താനോ താനിന്നാനോ താനിന്നാനോ അങ്ങനെ താനോ താനിന്നാനോ താനിന്നാനോ. ഈ ഒരു പാട്ടിന്റെ അതേ സ്റ്റൈലിൽ ഒരു പാട്ട് കടകൻ എന്ന് പറഞ്ഞ സിനിമയിൽ അതുലേട്ടൻ പാടിയിട്ടുണ്ട്. അതൊന്ന് പാടാ ബ്രോ. അതിന്റെ പാട്ടിന്റെ വരി കറക്റ്റ് അറിയില്ല എന്നാണ് പാട്ടും കുത്തുന്നുള്ളത്.
അങ്ങനെ സഞ്ജയിന്റെ ഒരു തള്ളിലാണ് ഇതിൽ ആ സ്കൂളിൽ കരുവാണ്ട് സ്കൂളിൽ ഇങ്ങനെ ഒരു പാട്ടുകാരൻ ഉണ്ട് എന്ന് പറഞ്ഞത്. സഞ്ജയ് കൂട്ടുകാരൻ അതില് ഇന്റെ ഒരു ഹാഫ് പോർഷനാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ സഞ്ജയ് എന്ന് പറയുന്ന ഒരു ഹാഫാണ്, ഷീതാടൻ തന്നെ ഒരു ഹാഫാണ്, ബാക്കിയൊക്കെ ഒരു ഹാഫാ. ഞാൻ വൈശാഖ് പൂർണ്ണമാവുന്നത് ഇവരെ പോലുള്ള ആൾക്കാരുണ്ടായതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒക്കെ ഇവരുണ്ടായതുകൊണ്ടാണ്. അപ്പൊ സഞ്ജയിന്റെ ഒപ്പം അതുപോലെ പരിപാടിക്ക് ഞങ്ങൾ പോകുമ്പോ ഒപ്പം ഞങ്ങളാ പോവാ. ജമ്പനും തുമ്പനും പറയണ പോലെ വൈശാഖും സഞ്ജയ് എന്നുള്ളത്. ഇപ്പൊ അവൻ ഇവിടെ നാട്ടിലില്ല, കുവൈത്തിലാണുള്ളത്. എനിക്ക് മന്ദാരം വൈറലായ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെട്ട 2 വ്യക്തികളുണ്ട്. ഒന്ന് മനുവേട്ടനും ഒന്ന് സഞ്ജയും. 2 പേരും എൻ്റെ ഏട്ടന്മാരാണ്, സുഹൃത്തുക്കളാണ്. എനിക്ക് അവരൊപ്പം പോയിട്ടൊന്ന് പരിപാടി ചെയ്യണമെന്ന്, കുവൈത്തിൽ ചെന്നിട്ട് പരിപാടി ചെയ്യണമെന്നൊരു അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത് അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ഇവൻ്റെ ഒപ്പം പരിപാടിക്ക് ചെന്നിട്ട് പിന്നെ ഏട്ടനുണ്ട്, അപ്പുണ്ണി സാർ എന്ന് പറയും, വണ്ടൂർ ചെയ്യുന്നു. ഇപ്പൊ അദ്ദേഹം റിട്ടയർഡ് ആവാനായി. അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഓരോ വേദികൾ തന്നിരുന്നത്. അവിടെ മുതൽ വിത്ത് പാകി, അവിടെ മുതൽ ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ ആയി. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് സ്കൂൾ കാലഘട്ടത്തിൽ പുന്നക്കാട് അമ്മ എന്ന് പറയും, ശ്രീഷ എന്നാണ് പേര്. അമ്മ പറഞ്ഞു തരും വൈശാഖന്റെ സ്റ്റാർട്ടിങ് നോട്ട് ശരിയാക്കണം, എൻഡിങ് നോട്ട്, അതുപോലെ അമ്പിളി, ഇവരൊക്കെ കറക്റ്റ് ആക്കിയിട്ടാണ് ഇപ്പൊ അങ്ങനെ ഒരുപാട് വ്യക്തികൾ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്ന് നമ്മളെ മോൾഡ് ചെയ്തെടുത്താണ്. ഓക്കെ. അപ്പൊ ബ്രോ ഇപ്പൊ ഒരുപാട് സ്റ്റേജ് ഷോസ് അപ്പം പോകാറുണ്ടല്ലോ. അപ്പം ഒരുപാട് സമിതികൾ അല്ലെങ്കിൽ ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് അതൊക്കെ എത്രത്തോളം ബ്രോയെ സഹായിച്ചിട്ടുണ്ട്? അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ എന്റെ സംഘം കതിർ നാടൻപാട്ട് സംഘം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിലുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ ഇരിക്കേണ്ടവനല്ല. എസ്പെഷ്യലി കൃഷ്ണൻകുട്ടി മാഷിന്റെ ഏട്ടനാണ്, ഷിജിൻ മാഷി, സതീഷ് മാഷി, ജയേഷേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായതുകൊണ്ടാണ് ആ മന്ദാരം ഒന്നും കൂടി ഹിറ്റായത്. കാരണം വെച്ചാൽ നമ്മളെ നാട്ടിലെ ആർട്ടിസ്റ്റുകൾ, വോക്കൽ ആർട്ടിസ്റ്റുകൾക്ക് അറിയില്ല നമ്മളെ വോക്കലിന് കറക്റ്റ് ചെയ്തിട്ട് മൈക്ക് ചെക്ക് ചെയ്ത് വെക്കാൻ. ഓക്കെ. ജയശേട്ടൻ ചോദിക്കുമ്പോൾ ജയശേട്ടൻ പറഞ്ഞു കുഞ്ഞാ ഇങ്ങനെ കേട്ടോ മൈക്ക് വെക്കുക, ചോദിച്ച് മനസ്സിലാക്കി ഞാൻ ഇങ്ങനെയാണ് നമ്മൾ വോക്കലിന് കറക്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ പരിപാടിക്ക് പോകുന്ന സമയത്തൊക്കെ ജയശേട്ടൻ പറഞ്ഞ ആ ടിപ്പിനനുസരിച്ചിട്ട് അപ്പോൾ ഞാൻ വോക്കലിൽ കറക്റ്റ് ചെയ്ത് വെക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ കണ്ടിട്ടാണ് ഞാൻ മൈക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇന്റർവ്യൂവിന് വന്നപ്പോഴും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് അല്ല, നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ പാടുന്നത് നമുക്ക് ബാക്കിയുള്ളവർക്ക് മനോഹരമാവണല്ലോ. അപ്പൊ ഇത്ര റിവർബ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണല്ലോ നമ്മളെ വോക്കലിന് എത്രത്തോളം ഞാൻ പറയാ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. കാരണം ഇന്ന് പരിപാടി ഉണ്ടെങ്കിൽ നാളെയും പരിപാടി ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ പാടുന്നത് നമുക്ക് കേൾക്കണം. നമുക്ക് ഒരു മോട്ടിവേറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജയശേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ കേരള സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്, കാളിയ ബ്ലോക്കിന്റെ കീഴിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ഓടപ്പഴം പുരസ്കാരം കിട്ടിയിട്ടുണ്ട് മണിച്ചേട്ടന്റെ പേരിൽ. പിന്നെ അദ്ദേഹത്തിനെ പോലൊരു ആള് ഈ എറണാകുളം ഭാഗത്തില്ല. കാരണം എറണാകുളത്തില് പാട്ടുകാരനില്ല. അദ്ദേഹത്തിനെ കണ്ടിട്ടൊക്കെ ഞാൻ പഠിച്ചത് എന്ന് പറയാം. പിന്നെ അതുപോലെ ഇപ്പോൾ വിവിധ സംഘങ്ങളിൽ പോകുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 3 വർഷമായിട്ടുള്ളൂ പാട്ടുകാരനായിട്ട് മുന്താരയിലേക്ക് വരുന്നത്. 2.5 വർഷത്തോളമായിട്ടുള്ളൂ. അതിന് മുന്നേ ഒരു വാദ്യക്കാരനായിട്ട് മാത്രം. പിന്നെ എന്ന് പറഞ്ഞാൽ പരിപാടിക്ക് പോകുമ്പോൾ 3 മണിക്കൂർ അതൊരു അനുഭൂതിയാണ്. അതിൽ നമുക്കുള്ള സ്ട്രെസ്, അനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പല പ്രയാസങ്ങളുണ്ടാവും. എക്സാമിൻ്റെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ വർക്ക്, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ മറന്ന് സ്വയം മറക്കുന്നൊരു അനുഭൂതി. അപ്പം എൻ്റെ വീഡിയോ കണ്ടാലും കൈയൊക്കെ വീശിയും കണ്ട് പരിപാടി ചെയ്യുന്നത് അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻറ്റാണ്, ഹാപ്പിനെസ്സാണ്, എൻ്റെ പാഷനാണ്. ഇത് എന്താ വെച്ചാൽ ഈ നാടൻപാട്ട് നിങ്ങൾ ചോദിച്ചാൽ നാടൻപാട്ടിനെ നമ്മൾ സ്വാധീനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോക്കല് നമുക്ക് ബെറ്ററായി. പിന്നെ എക്സ്പീരിയൻസ് ആളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ആളെ കണ്ടു കഴിഞ്ഞാൽ പേടിയില്ലാതെ വേദിയിൽ നിൽക്കാൻ പറ്റാന്നുള്ളൊരു കാര്യം. നമ്മൾ കൂടുതൽ സ്റ്റേജിൽ നിൽക്കുന്നതനുസരിച്ച് നമ്മളുടെ പേടി മാറും, സ്റ്റേജ് ഫിയർ നമ്മൾ മാറും. ബ്രോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബ്രോ നമുക്ക് എല്ലാവർക്കും ഒരു അംബീഷൻ ഇല്ലേ ജീവിതത്തിൽ? ഒരു പാഷൻ ഉണ്ട്, ഒരു അംബീഷൻ ഉണ്ട്. ബ്രോയുടെ ഏറ്റവും വലിയ അംബീഷൻ എന്താ? എൻ്റെ ഏറ്റവും വലിയൊരു അംബീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ, ഈ പറഞ്ഞ പോലെ തന്നെ ടീച്ചർ ആവണം. LP UP PSC പഠിച്ച് കയറണം എന്നൊരു അംബീഷൻ. PSC പഠിക്കണം, ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു അംബീഷൻ തന്നെ ആർക്കും വെറുപ്പിക്കാത്ത രീതിയിലൊരു പാട്ടുകാരനായി മാറണം. പിന്നെ അതുപോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിൽ പാടണം. ഒരു സിനിമ അല്ല, ഒരുപാട് സിനിമ പാടും, ഉറപ്പാണ്, പാടാൻ പറ്റട്ടെ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പേരിലും എൻ്റെ നാട് അറിയപ്പെടുന്ന ഒരു ദിവസം വരണം എന്ന് മാത്രം.
നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ഉണ്ടാവും. അത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന കാര്യമാണ്. ബ്രോയും അങ്ങനെ തന്നെ വിശ്വസിക്കുക, നമുക്കൊരു ദിവസം ഉണ്ടാവും. അതായത് അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ബ്രോയുടെ അംബിഷൻസ്. ടീച്ചറാവുക, പാട്ടുകാരനാവുക. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്റെ അമ്മയ്ക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ വലിയ പ്ലാറ്റ്ഫോമിലൊക്കെ പരിപാടി ചെയ്യാന്നുള്ളത്. ഇപ്പൊ 1 million അടിച്ച സമയത്ത് അമ്മ വന്ന് ചോദിക്കും, കണ്ണാ എന്നെ കണ്ണാന്ന് വിളിക്കാം, കണ്ണാ ഇനിയിപ്പോ എന്നെ TV-കാരൊക്കെ കൊണ്ടുപോകില്ലേ, വലിയ പരിപാടിയൊക്കെ ഉണ്ടാവില്ലേ, ഇനിയും കൊണ്ടുപോകും. അപ്പം നല്ലൊരു അമ്മനെ മുന്നിലേക്ക് എത്തിക്കണം എന്നുണ്ട്. എത്തിക്കണം, എന്തായാലും എത്തിക്കും ഞാനത്. കാരണം അമ്മേന്റെ വലിയൊരു ആഗ്രഹമാണ്. അവിടെ എത്തിക്കും എന്ന് പറഞ്ഞാൽ എത്തിക്കും. അത് എന്താ വെച്ചാല് നമുക്ക് കഴിവുണ്ടെന്നുണ്ട്, നമ്മളെ ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അമ്മ ഒരിക്കലും അമ്മമാരെ അച്ഛനെ അമ്മ ഒരിക്കലും മറക്കില്ല. എവിടെ ചെന്നാലും ഇല്ല, അമ്മയും അച്ഛനും പറഞ്ഞിരുന്ന വാക്കുകളാണ്, വന്ന വഴി ഒരിക്കലും മറക്കരുത്. ഒരിക്കലും. നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളുണ്ടാവും, നമുക്ക് ഇടയ്ക്ക് ശ്രദ്ധിക്കാതൊക്കെ വരാം. അത് നമ്മുടെ കാരണം പല ആൾക്കാർ പല അനുഭവങ്ങൾ, പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് അവരെ ഇല്ല, അതൊരിക്കലും നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഇപ്പം അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പം നമ്മൾ കുറച്ച് സെൽഫിഷ് ആയിട്ട് കാണുന്നു. പക്ഷെ നമ്മുടെ അവസ്ഥകൾ കൊണ്ട് നമുക്ക് മാറാറുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, പ്രണയമുണ്ട്? ഞാൻ കറണ്ടില് ഞാൻ സിംഗിളാണ്. ഓക്കെ. കാരണം ഞാനിപ്പോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കാത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട്, എന്താ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് എസ് ഓർ നോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങനെയല്ല, വഴിയുണ്ടല്ലോ. പറഞ്ഞോ കണ്ടിന്യൂ ചെയ്തു. അതിനകത്തൊക്കെ പറഞ്ഞു. നമ്മളോട് അല്ല, എന്നോട് ഒരുപാട് ആൾക്കാർ വന്ന് മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്, കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ അവർ ഈ അവരോടൊക്കെ ഉത്തരം പറയുന്നത് ചിലപ്പോൾ ഞാൻ പറയുന്നതൊന്നും താല്പര്യമില്ല എന്നുള്ള പറയാറുള്ളത്. പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാനറിയാതെ എൻ്റെ ഫ്രണ്ട്സിന് മുഖേന ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നുള്ളതൊക്കെ. ഞാൻ ഇപ്പോൾ കറണ്ടിൽ ഞാൻ സിംഗിളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കി, അവരുടെ സ്വഭാവം മനസ്സിലാക്കി, ഇപ്പം നമ്മളെ ടേസ്റ്റ് മനസ്സിലാക്കി നമ്മൾ ഒരാളോട് ചെന്ന് വല്ല പ്രപ്പോസും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പറയാണ് എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് ഇപ്പം അങ്ങോട്ട് വല്ലാണ്ട് നോക്കാറില്ല എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി ആളുകൾ ശ്രദ്ധിക്കുക, ഗേൾസ് സിംഗിൾ ആണ്. ഇപ്പോൾ ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ ഒരു പ്രണയത്തെക്കുറിച്ചൊക്കെ ഇപ്പം ഇത്ര പറഞ്ഞല്ലോ. ഇപ്പം ഒരു പ്രണയ ഗാനം ഏറ്റവും ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ നേരത്തെ ഇപ്പൊ സിംഗിളാന്ന് പറഞ്ഞു, അപ്പൊ നേരത്തെ സിംഗിൾ അല്ല, അതപ്പൊ അങ്ങനെ ഒരു അർത്ഥവും കൂടെ ഉണ്ട്. അപ്പം അന്നപ്പോ പാടി നടന്ന അന്നപ്പോ പാടി നടന്ന ഒരു പാട്ട് മനസ്സിലേക്ക് എത്ര എന്ന് പറഞ്ഞാല് എക്സ് ഇടയ്ക്കൊക്കെ മനസ്സിലേക്ക് വരുമല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. എന്നാ ബ്രോ ഒരു പ്രണയഗാനം പാടി. പ്രണയഗാനം. അളവില്ല സ്നേഹത്തിൻ ശ്രീകൃഷ്ണൻ ഞാനാകാം, വനമാലിക പോലെ മാറിൽ പിന്നെ നിന്നെ ഉറക്കിടാം, മഴവില്ലേ നിൻ മൗനം സമ്മതമായി കരുതട്ടെ, മനസ്സേതോ അതിൽ ചാരാതെന്നെ സ്വന്തമാക്കൂലേ, നിൻ ചുണ്ടിൽ കോപക്കനലോ ചെമ്മാന കുങ്കുമമോ, ഇനി ആരും കാണാ പൊന്നായി പെണ്ണെ നീ എൻ കനവിൽ പെയ്യൂലേ, മനക്കണ്ണിൽ മുളച്ചേ ഇനി ഒളിക്കേണ്ട അനുരാഗം, മലരമ്പായി തറച്ചേ ഇനി എന്തേ ഈ മൗനം, മനസ്സിൽ ഞാൻ പതിച്ചേ ഇനി വേണോ ഈ കോപം, മണവാളനാകാൻ അവകാശം നൽകാമോ. അല്ലു അർജുൻ ഫാനാണോ? അല്ലു അർജുൻ ഫാൻ. അതപ്പോഴേ തോന്നി. ഇപ്പം എന്തായാലും കൊള്ളാം, ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ പാടിയതൊക്കെ. അപ്പം ഫാമിലി അച്ഛനമ്മയെ കുറിച്ച് പറഞ്ഞു. അപ്പം ബാക്കി ഇപ്പൊ ആരൊക്കെ ഉണ്ട്, എന്താണ് ഡീറ്റെയിൽസ്, എല്ലാരും എന്ത് ചെയ്യുന്നു? അനിയനും അനിയത്തിയാണുള്ളത്. ഓക്കെ. അനിയത്തി ഇപ്പൊ +2 എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണ്. അനിയന് +2ന്റെ എക്സാം കഴിഞ്ഞിട്ട് ഒരു അക്കൗണ്ട്സിന്റെ ഒരു വർക്കിന് പോയി, അക്കൗണ്ട്സ് പഠിക്കാൻ വേണ്ടി പോയി. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ പറയാ വർക്ക് കഴിഞ്ഞില്ല, അപ്പൊ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വൈറലായെന്ന് പറഞ്ഞപ്പോ അനിയന്റെ അനിയത്തിയുടെയും ഒരു സന്തോഷം എങ്ങനെയായിരുന്നു? സത്യത്തില് എനിക്കിപ്പോഴും വിശ്വാസമൊന്നുമില്ല, കാരണം ആ ഒരു വീഡിയോ വൈറലായെന്നുള്ള ഒരു വിശ്വാസമൊന്നുമില്ല. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ചില അവരുടെ അനിയത്തിന്റെ കൂട്ടുകാരികളായാലും അനിയന്റെ കൂട്ടുകാരന്മാരായാലും പോലും അവർ വന്ന് പറയും, ഏട്ടാ നിങ്ങളെ കണ്ടേന്നു എന്ന് പറയും. ചിലപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്.
ഭയങ്കര കാര്യമാണ്. അവരൊന്ന് സെൽഫി ഒക്കെ എടുക്കാറുണ്ടോ? അവരപ്പോ സെൽഫി എടുക്കും, പക്ഷെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അങ്ങനെ സെൽഫി ഒന്നും എടുക്കാറില്ല. സെൽഫി എടുക്കാറില്ല. എല്ലാരും ഭയങ്കര സന്തോഷമല്ലേ? ഭയങ്കര സന്തോഷം. ഓക്കെ. അപ്പൊ നാടൻപാട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് ബ്രോ പറഞ്ഞു. അപ്പം ആദ്യത്തെ സമയത്തൊക്കെ ഈ നാടൻപാട്ട് പാടുമ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ സിനിമ പാട്ട് പാടുന്നത് പാടായിരിക്കും, അങ്ങനെ ആര്? എന്ന് വെച്ചാല് നമ്മുടെ ചില ആൾക്കാരൊരു ധാരണ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് നാടൻ പാട്ട് പാടുന്ന ആൾക്കാർക്ക് സിനിമ പാട്ട് പാടിയാൽ ശരിയാവില്ല എന്നുള്ളൊരു തെറ്റായ ധാരണ, അവരുടെ ധാരണ. അപ്പൊ അതിന്റെ നല്ലോണം അത്, കാരണം എന്താ വെച്ചാൽ ഞാൻ ക്ലാസ് റൂമിലൊക്കെ പാടുന്ന സമയം, സ്കൂൾ കാലഘട്ടങ്ങളിൽ 9, 10, +1, +2 ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ നല്ല ആസ്വദിച്ച് ചിലപ്പോൾ പാടുമോ, അവിടെ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ പോലും പാടുമോ. ആ സമയത്ത് പറയടാ തുടങ്ങിയവൻ സിനിമാ പാട്ട് നാടൻ പാട്ടാക്കൽ തുടങ്ങി. അപ്പൊ അതൊരു ചെറിയൊരു മുറിവിന്റെ മനസ്സിലുണ്ടായിരുന്നു അതില്. അപ്പൊ ആ ഒരു വാശിയിലാണ് അതിൽ ഇപ്പൊ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ വരെ പാട്ടുകൾ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത്. ഇപ്പൊ അവസാനം ഞാൻ TTCക്ക് പഠിക്കുന്ന സമയത്താണ് സിനിമാ പാട്ടിലേക്ക് കൂടുതലായിട്ട് ഇങ്ങനെ കടന്നു വരുന്നത്. അപ്പൊ ഞങ്ങള് സിനിമാ പാട്ട് പാടുന്നത് TTC പാലയമാട്, ശ്രീ വിവേകാനന്ദ കോളേജ് പാലയമാടാണ്. അപ്പോൾ അവിടെ പരിപാടി നടക്കുന്ന സമയത്ത്, അതായത് ഫ്രഷേഴ്സ് ഡേ ആണ സമയത്ത് പരിപാടികൾ പാട്ടുകാർക്ക് അവിടെ മുൻഗണന ഉണ്ടാവും. ഏത് ക്ലാസ് റൂമിൽ പാട്ടുകാർക്കല്ല മുൻഗണന. എന്നെ വിളിച്ചു. അപ്പോൾ എന്നോട് ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞു സിനിമാ പാട്ട് പാടണോ നാടൻ പാട്ട് പാടണോ ചോദിച്ചു. അപ്പോൾ ഗായത്രി ചേച്ചി ഉണ്ട്. ഗായത്രി ചേച്ചി, ശില്പ ചേച്ചി ഇവരൊന്നും ഒരിക്കലും മറക്കാൻ പറ്റൂല. അവരൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രേമന്, സിജോ, മിഥുന്, ദേവു, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, പേര് വിട്ടുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊക്കെ. അപ്പോൾ ഗായത്രി ചേച്ചി പറഞ്ഞു നാടൻ പാട്ട് പാടിയാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സിനിമാ പാട്ട് പാടിയ സമയത്ത് ഗായത്രി ചേച്ചി പറഞ്ഞു എന്നെ കൊണ്ട് സിനിമാ പാട്ട് പാടിയാൽ ശരിയാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് ആണില്ലേ? അപ്പം ആയിക്കോട്ടെ ആണില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ എങ്കിൽ പോലും അത് ഒരിക്കലും ഞാൻ അവരോട് മോശമായ രീതിയിൽ ഞാൻ പെരുമാറുമെന്ന് ഒരിക്കലും ചെയ്യുന്നില്ല. പക്ഷെ എനിക്കപ്പോൾ ഒരു വാശിയായി മനസ്സിൽ, നമുക്കെങ്കിലും ഒരു ദിവസം നമ്മൾ ഒന്ന് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ അവരൊക്കെ അല്ലെങ്കിൽ ഇവരായിക്കോട്ടെ, ഒരു ദിവസം ഞാൻ ഇപ്പോൾ മന്ദാരത്തിൻ്റെ കവർ സോങ് പാടി അപ്ലോഡ് ചെയ്ത സമയത്ത് ഗായത്രിച്ചിൻ്റെ ഡയറക്റ്റ് കൊണ്ടുവച്ച് ഹെഡ്ഫോൺ വെച്ച് കേൾപ്പിച്ചു കൊടുത്തു. ഈ ഗായത്രി ചാക വണ്ടടിച്ചിട്ടുണ്ട് സത്യത്തിൽ. വൈശാഖാണത് പാടിയത് എന്നുള്ളത്. ശില്പേച്ചി ഓരോ നോട്ടുകളാണെന്നുണ്ടെങ്കിൽ പാടി ഞങ്ങൾ അങ്ങോട്ടും പാടി മെസ്സേജ് അയക്കും. കോവിഡ് സമയത്താണ് അതിൽ ഞങ്ങൾ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഫ്രീ ആകുന്ന സമയത്ത് പാട്ട് അങ്ങോട്ട് പാടി കൊടുക്കും, ചിലപ്പോൾ ഇങ്ങോട്ട് പാടിത്തരും. അങ്ങനെ ഓരോ നോട്ടും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല, എൻ്റെ പാട്ടുകൾ കൂടുതൽ കേൾക്കാറുള്ളതെന്ന് പറഞ്ഞില്ലേ. ഇതോരോ കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടാണ് സത്യത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കല് എന്നുള്ളത്. പിന്നെ അതുപോലെ പാലയമാടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വിവേകാനന്ദയിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ശ്രീജയ മിസ്. ഇപ്പം ഹനാൻഷ എന്ന് പറയുന്ന പാട്ടുകാരൻ അറിയാലോ. ഹനാൻഷ അടക്കം പറയുന്ന ഒരു ടീച്ചറാണ് ശ്രീജയ മിസ് സാറാണ്. ഫെലോഷിപ്പിന്റെ ഇന്റർവ്യൂ വന്നു. അന്ന് എക്സാം ഉണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, എക്സാം പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ എക്സാം നടന്നു കൊടുക്കുക. അത് അറ്റൻഡ് ചെയ്താലേ ഞങ്ങൾക്ക് മാർക്ക് ഉണ്ടാവുള്ളൂ, C മാർക്ക്. അപ്പോൾ ടീച്ചറെ എനിക്ക് നാളെ ഫെലോഷിപ്പിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പോകണമായിരുന്നു. ടീച്ചർ മോനെ പോകാൻ പറ്റൂല എന്ന് ആദ്യം പറഞ്ഞു. അല്ലെങ്കിൽ പറഞ്ഞു ടീച്ചറൊക്കെ അത്യാവശ്യം ആയതുകൊണ്ടാണ്. അങ്ങനെ ടീച്ചർ പറഞ്ഞു താൻ പൊക്കോ, എന്നോട് അങ്ങനെ പറഞ്ഞു താൻ പൊക്കോ, പക്ഷേ ഇവിടുന്ന് പോണത് വേറെ TTIക്കാർ അറിയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചറിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ആ ഫെലോഷിപ്പും കിട്ടിയത്. പിന്നെ അതുപോലെ ചെക്കൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമ പാണ്ടിക്കാട് കോവിഡ് സമയത്താണ്. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ചെക്കൻ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് വോക്കൽ എങ്ങാണ്ട് ഫസ്റ്റ് യൂസ് ചെയ്ത് ബ്രോഡ് ആയിരുന്നു പ്രാക്ടീസ് സെക്ഷൻ. പ്രാക്ടീസിന്റെ സെക്ഷനിൽ എൻ്റെ വോക്കലായിരുന്നു. പിന്നെ അതുപോലെ അതിലെ സിനിമ അവസാനിക്കുന്ന സമയത്ത് ഒരു മാമൊഴി തോറ്റം പറയുന്നുണ്ട്, അതിൻ്റെ വോക്കലാണ്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ശ്രീജയ മിസ്സിനോട് ടീച്ചറെ ഇന്ന് പടം ഞങ്ങൾ അഭിനയിച്ച പടം റിലീസാണ്, അപ്പോൾ ഒന്ന് പോകണം എന്നാണ്. തനിക്കിപ്പോൾ തന്നെ പോകണോടോ? പോകണം ടീച്ചറെ. ടീച്ചർ നേരത്തെ വിട്ടു, പറഞ്ഞു പതുക്കെ പോകണോട്ടോ, ക്ലാസ് ഉണ്ട്. ഇതുപോലെ ക്ലാസ് ഒന്ന് പോയിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു വലിയ ഫ്രെയിമിൽ ഞാനും എൻ്റെ കൂട്ടുകാരെല്ലാവരും നിൽക്കുന്നത് കണ്ടു. അതിൽ സ്റ്റാർട്ടിങ് പറഞ്ഞ വിഷ്ണു പുരുഷു എന്നാണ് ഗപ്പിയിൽ അഭിനയിച്ച, ഇടക്കാലം പറ്റേലെ അഭിനയിച്ച വിഷ്ണുവേട്ടനാണ്. വിഷ്ണുവേട്ടന് അതിൻ്റെ പാട്ടിൻ്റെ വരികൾ പറഞ്ഞു കൊടുത്തത് ഞാനാണ്. അപ്പോൾ അതുപോലെ മെസ്സേജും കാര്യങ്ങളും ഇപ്പോഴും കോണ്ടാക്റ്റുകളുണ്ട്. ഇപ്പോൾ ഈ മന്ദാരം വൈറലായ സമയത്ത് അദ്ദേഹം കമൻ്റ് അടിച്ചിരുന്നു. അവസാനം നൈറ്റിൽ എൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു കുഞ്ഞു മാമ്പഴിത്തോറ്റം പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? ഒരു കിഴക്കൊരു കിടക്കുന്ന ഒരു വണ്ടല മാഴുക 4 ദിക്കും തമ്പ്ര വഴി കൊടുക്കുക, ഞങ്ങളൊരു തന്നമാരിൽ തന്നെയാണ് പറഞ്ഞ കുത്തിമാരെ, നിങ്ങളെ പിഴപ്പിക്കാതെ കാത്തുകൊണ്ട് മുന്നിൽ നിന്നും പിന്നെ നിന്നും തലക്കിട്ട മുട്ടിക്കും കാലിട്ട ചെലവിനും വിധി പറഞ്ഞ മല വരത്തമ്മേ, ഇങ്ങനെ പറഞ്ഞിട്ട് ആ ടൈറ്റിൽ ഇങ്ങനെ എൻഡ് ചെയ്ത് പോകുന്നത്. പിന്നെ അതുപോലെ ആ പ്രാക്ടീസ് സമയത്ത് ഞാൻ പാടിയുന്ന വോക്കൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പാട്ടിന്റെ വരികൾ എന്ന് പറയുന്നത് മരംകൊട്ട് പാട്ടാണ്. കക്കനാട് സമുദായക്കാർ ഉപയോഗിച്ചുകൊണ്ട് മരം എന്നുള്ള വായതിന്റെ മരംകൊട്ട് പാട്ടാണ്. അതിങ്ങനെയാണ്: 7:30 നാഴിക പുലരാനായുള്ളപ്പോ അടിയോടി കൂവണ കോയ കുറുഞ്ചാത്തപ്പേ, ഇങ്ങനെയാണ് പാട്ട് പോകുന്നത്. ഓക്കെ.
എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ച ബ്രോയ്ക്ക് താങ്ക് യു കേട്ടോ. സത്യം ഷോറീൽസിന്റെ പേര് ഞാൻ താങ്ക് യു പറയുന്നു. എസ്പെഷ്യലി എന്താ പറയാ, ഞാനാണ് താങ്ക് യു പറയേണ്ടത്. കാരണം ഇങ്ങനൊരു അവസരക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 24 ന്യൂസ് വന്നു. ഞാൻ എന്താ പറയുക ചെറുതായിട്ടൊന്ന് മെൻഷൻ അടിച്ച സമയത്താണ് ഇവിടെ നിന്നൊക്കെ മെസ്സേജും കാര്യങ്ങളും വന്നത്. അതിന് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഏട്ടനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഏട്ടനെ ഇങ്ങനെ സംസാരിച്ചു. ഞങ്ങളുടെ നാട്ടിലൊരു വൈറലായ ഗായകനുണ്ട്, ഒരു ഇൻ്റർവ്യൂ കൊടുക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ച് വല്ലാണ്ട് സംസാരിക്കാതെ നിൽക്കലും, പിന്നെ എന്താ അവർക്ക് താല്പര്യമില്ലാത്ത പോലെയാണ് ഒന്നാമത് അവർ അങ്ങനെ ചെയ്തത്. എങ്കിൽ പോലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു ഞാൻ സ്വപ്നം കണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അതെ, അത് ഞാൻ മെയിൻലി പറയുന്നത് നമ്മൾ വളർന്നു വരുന്ന ടാലന്റുകളെ നമ്മൾ കൂടുതൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ കൂടുതൽ പുഷ് ചെയ്താൽ അവർ ഒരുപാട് ഉയരത്തിലെത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബ്രോയ്ക്ക് ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. ഇനിയും ഒരുപാട് നമ്മൾ ഇതുപോലുള്ള ഇന്റർവ്യൂസോ അല്ലെങ്കിൽ എവിടെ വെച്ച് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.